നമ്മുടെ ഈ ഓർക്കസ്ട്രേനെ എത്ര നമ്മൾ പോലത്തെ മതിയാവുകയില്ല. വെറും 6 പീസ് ഓർക്കസ്ട്ര വെച്ചുകൊണ്ട് 60 പീസ് ഓർക്കസ്ട്ര ആ ഒരു റിതം നമുക്ക് തരുന്നുകൊണ്ടിരിക്കുന്ന ഇവരെ എത്ര നല്ലൊരു കൈയ്യടി. വണ്ടൂരിൻ്റെ കലയെയും കായികത്തെയും ഒരുപോലെ ജീവകാരുണ്യത്തിനെയും ഒരുപോലെ സ്നേഹിക്കുന്ന ഈ വണ്ടൂർ, ഈ എൻ്റെ സഹോദര സഹോദരികൾ, ഇവർക്ക് വേണ്ടി നമ്മളെ കീബോർഡ് മിസ്റ്റർ നബീൽ, bass guitar Mr. Srini, Mr. Donman guitar, Mr. Mubashir rhythm pad, Lijesh Dolak, Mr. Hakim tabla. Thank you. Next. സഹോദര സഹോദരികളെ, നിങ്ങളിപ്പോൾ ഈ കഴിഞ്ഞ ഈ പാട്ട് മനസ്സകമിൽ 3 പാടിയല്ലോ. അതിൻ്റെ ആസ്വദിക്കുന്നത് കേട്ടപ്പോൾ നമ്മൾ 1-2 പ്രാവശ്യം ഖത്തറിൽ വന്നപ്പോഴും ഇതുപോലെ മറ്റുള്ള പരിപാടിയിൽ വൈദ്യർ സ്മാരകത്തിൽ മോയിൻകുട്ടി വൈദ്യർ അക്കാദമി കൊണ്ടോട്ടയിൽ ഇങ്ങനൊരു സംഭവം ഞാൻ ഒരു ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. നല്ല പാട്ടുകളുണ്ടായിരുന്നു. 50 വർഷത്തോളമായി ഫസിലിത്ത നമ്മൾ ഈ മാപ്പിള പാട്ട് ഇന്ന് ഇവിടെ എത്തിയിട്ടുള്ള ഏറ്റവും വലിയ സീനിയർ ഗായികയാണ് ഫസിലിത്ത. നല്ലൊരു കൈയടി. അപ്പോൾ പഴയകാല അനുഭവങ്ങൾ ഒരുപാട് ചെറുപ്പക്കാർ നമ്മളുണ്ട്, യൂത്ത് ഇവിടെ ഉണ്ട്. പക്ഷേ 60 വയസ്സ് കഴിഞ്ഞ് സീനിയർ സിറ്റിസൻസ് ഇവിടെ കാണും. അവരൊക്കെ ഒരുപാട് ആ കാലഘട്ടങ്ങളിൽ നിങ്ങൾ ഓടി നടന്ന കാലങ്ങളിലായിരുന്നു. ആ കാലഘട്ടത്തിലേക്ക് ഒന്ന് ഫസീലത്തെ നമുക്കൊന്ന് കൊണ്ടുപോയിക്കൂടെ അല്ലേ? കുറച്ച് ആ പഴയ പാട്ടുകൾ നമുക്ക് വേദികളൊന്നും നമുക്കൊന്ന് കിട്ടിയെന്ന് വരില്ല. ഇത്രയും വലിയ പാട്ടുകൾ പാടാനുള്ള ഒരു മുഴുവൻ പാട്ടും പാടാനുള്ള ഒരു സൗകര്യം നമുക്ക് കിട്ടിയെന്ന് വരില്ല. പക്ഷെ വണ്ടൂർക്കാർക്ക് ഒരു നല്ലൊരു ഭാഗ്യമെന്ന് പറയട്ടെ, കലയെ സ്നേഹിക്കുന്ന നിങ്ങൾക്ക് ഫസിലത്തേൻ്റെ ഒരു പഴയ പാട്ടുകളിലേക്ക് കുറച്ച് നമുക്ക് കൊണ്ടുപോകാം. കഴിഞ്ഞ വർഷം നമുക്കത് ചെയ്ത് ഫസിലത്തേനെ വിളിച്ചിരുന്നു. ആ സമയത്ത് മലപ്പുറം സമ്മേളനത്തിൻ്റെ ആ സമയത്ത് ഫസിലത്തെ ദുബായിലായിരുന്നു മക്കളുടെ കൂടെ. ഇപ്പോൾ നമുക്ക് വണ്ടൂർക്കാർക്ക് വലിയൊരു ഭാഗ്യം ലഭിച്ചിരിക്കുകയാണ്. ഫസിലത്തെ കഴിഞ്ഞ ആഴ്ച ദുബായിൽ പോകേണ്ടതായിരുന്നു. ഒന്ന് വെയിറ്റ് ചെയ്യും, വണ്ടൂർ കഴിഞ്ഞതിന് ശേഷം പോകാമെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഒന്നാണ്. അപ്പോൾ നമ്മളൊരു ഭാഗ്യം നമുക്ക് പഴയ പാട്ടിലേക്ക് ഒന്ന് കൊണ്ടുപോകാം. അനുഭവങ്ങളും ഉണ്ടായി. MS ബാബുരാജിനെക്കൊണ്ട് നല്ല അനുഭവം ഉണ്ടാകാം. ഒരുപാട് നല്ല നല്ല പാട്ടുകാരോടും മ്യൂസിക് ഡയറക്ടേഴ്സൊക്കെ യേശുദാസ് ദാസായിട്ട് അടക്കമുള്ള പാട്ടുകളെ പാടിയുള്ള അനുഭവം ഉണ്ടായിരിക്കാം. കുറച്ച് ഒരു 10 മിനിറ്റ് നേരം ഇവിടെ കാണുന്ന ഒരുപാട് സീനിയർ, അതേപോലെ ഒരു 60 വയസ്സ് കഴിഞ്ഞ് എന്നെപ്പോലെ ഒരുപാടുണ്ട്. ആ കാലഘട്ടത്തിൽ 70-ലും 80-ലും 85-ലും പാടിയിരുന്ന ആ പാട്ടുകളിലേക്ക് നമുക്ക് പോകാം. ഓക്കെ, സന്തോഷമല്ലേ? സിത്താർ ബാപ്പുക്കയുടെ അനുഭവം. MS ബാബുരാജ് 4 വർഷം അറിയാം, നിങ്ങൾക്കറിയാം. അദ്ദേഹത്തിൻ്റെ പാട്ട് വിശ്വപ്രപഞ്ചത്തിൽ, ആ പാട്ടിൻ്റെ ഒരു അനുഭവം 2 വരി പറഞ്ഞതിന് ശേഷം ആ 4 വരി പാടും. എപ്പോഴാണ് പാടിയത്? ആരാണ്? ഞാൻ ബാബുക്കയുടെ കൂടെ പാടിയത് 76-ലാണ്. വീയൻകുട്ടി മാഷെ കൂടെ അന്ന് ബാബുക്ക പാട്ട്, കാരണം മഹാനായ ഒരു സംഗീതജ്ഞനാണല്ലോ. അപ്പോൾ ആ വലിപ്പമൊന്നും ഞങ്ങൾക്കറിയില്ലായിരുന്നു. ഞങ്ങളന്ന് കുട്ടികളാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് ബാബുക്കയുടെ ആ വലിപ്പം ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ലായിരുന്നു. അപ്പം ഞങ്ങൾ പലതും തമാശയും കാര്യങ്ങളൊക്കെ പറയും. ഇപ്പോഴും മാഷ് പറയും, അത് വലിയ ഒരു ആളാണെന്നൊക്കെ. പക്ഷെ ഞങ്ങളെ കൂടെ ബാബുക്കും അതുപോലെ തന്നെ സംസാരിക്കും, കളിക്കും, ചിരിക്കുകയൊക്കെ ചെയ്യും. പിന്നെ റെക്കോർഡ് ഗാനാണത്. ഞങ്ങൾ സ്റ്റേജിൽ ബാബുക്ക ഉദ്ഘാടനം ചെയ്യും, കാരണം വലിയൊരാളാണല്ലോ. അപ്പോൾ ഞങ്ങളെ കുട്ടി മാഷക്കുണ്ട്. അപ്പം അങ്ങനെ പാടിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് ആദ്യത്തെ പാട്ട് ബാബുക്കയാണ് പാടുക. അതുപോലെ അങ്ങനെ തുടർന്ന് പിന്നെ ഞാൻ ബാബുക്കയുടെ കൂടെ എനിക്കൊരു ഭാഗ്യം കിട്ടി. വിശ്വപ്രപഞ്ചത്തിൽ അബ്ദുറഹ്മാൻ സാഹിബിന്റെ രചനയിൽ വന്ന് MS ബാബുരാജിന്റെ ഈണത്തിൽ വിശ്വപ്രപഞ്ചത്തിനാകെ റസൂലേ അബ്ദുറഹ്മാൻ സാഹിബ് കവിരത്നം എന്ന വാർഡ് ഖത്തറിൽ വന്ന് ആദ്യമായി ഗൾഫ് നാടുകളിൽ ഒട്ടകം എന്താണെന്നറിയാതെ ഒട്ടകത്തിനെ കുറിച്ച് ഒട്ടകങ്ങൾ വരിയായി പാടിയ എഴുതിയ ഒരു കവിയായിരുന്നു PT അബ്ദുറഹ്മാൻ സാഹിബ്. ഇപ്പോൾ ഫസിലത്തിൽ വന്നിരുന്നു ആ കാലഘട്ടത്തിൽ. ആ കാലത്ത് നിങ്ങൾക്കറിയാം 72-73 കാലഘട്ടങ്ങളിൽ ഈ പാസ്പോർട്ട് എടുക്കാൻ വേണ്ടി ചെന്നൈയിൽ ഇപ്പോൾ മെഡ്രാസിൽ മാത്രമേ പാസ്പോർട്ട് ഓഫീസ് ഉണ്ടായിരുന്നുള്ളൂ. ഈ എളിയവൻ അവിടെ പാസ്പോർട്ട് എടുക്കാൻ പോയപ്പോൾ 1 രൂപയ്ക്ക് ചായ കുടിച്ച് 2 രൂപ കൊടുത്ത് ആ കേസറ്റിൽ കേട്ട ഒരു പാട്ടുമുണ്ട്, മറക്കാൻ സാധിക്കില്ല. PT അബ്ദുറഹ്മാൻ സാഹിബിന്റെ ഇവിടെയുള്ള ഒരുപാട് ആൾക്കാർക്ക് അറിയാം പാഠം. ആമീന ബീവിക്കു ആമീന ബീവിക്കു മനമോനെ
പോണ പാട്ട് ആർക്കും മറക്കാൻ സാധിക്കില്ല. ആ പഴയ കാലത്തിലേക്ക് കുട്ടിമാഷിന്റെ കിരികിരി ചെരുപ്പും ആർക്കാ മറക്കാൻ സാധിക്കുക? ഞാൻ ആദ്യമായി പാടിയ പാട്ടാണ് 1970. വയസ്സ് കണക്കൂട്ടുണ്ട് കേട്ടോ. എത്ര വർഷമായി പാട്ടെന്നുള്ളത്? ഓക്കെ ഫസിലിത്ത പ്ലീസ്. ഞാൻ അന്ന് ഖത്തറിൽ വെച്ചിട്ട് പാടിയ പാട്ട് 78-ൽ ഈ സെക്കൻഡ് വൈഫ് നസീമ, അവർക്കൊക്കെ ഇഷ്ടപ്പെട്ട പാട്ടായി. ഇപ്പോഴും അത് എല്ലാവർക്കും ഇഷ്ടമാണ്. അതൊന്നുകൂടെ പാടാം. കിരികിരി ചെരുപ്പുമ്മല്ലാണഞ്ഞുള്ള പുതുനാരി, ആണഞ്ഞുള്ള പുതുനാരി, കല്ലിമാർ സമൂഹത്തിൽ വിളങ്ങിടുന്നേ നാരി, വിളങ്ങിടുന്നേ. കരുനീലാമിഴികളിൽ കരിമാഷി എഴുതിയ കമലപ്പൂ പുതുനാരി, ഇതാ വരുന്നേ നാരി, ഇതാ വരുന്നേ. ഹജ്ജിന്റെ രാവിൽ ഞാൻ കാബം ഞാൻ കിനാവ് കണ്ടെന്ന പാട്ട് ആർക്കും മറക്കാൻ സാധിക്കില്ല. ആ പാട്ട് ഹജ്ജിന്റെ രാവിൽ ഞാൻ കഴപം കിനാവ് കണ്ട് ചതച്ച് പൂത്ത സുബർക്കത്തിൻ വാതിൽ കണ്ട്. ഹജ്ജിന്റെ രാവിൽ ഞാൻ കഴപം കിനാവ് കണ്ട് ചതച്ച് പൂത്ത സുബർക്കത്തിൻ വാതിൽ കണ്ട്. ജന്നാത്തുൽ ഫിർദൗസിൽ ചേരാൻ എനിക്ക് മോഹം, ഹൗളുൽ കൗസർ കുടിക്കാൻ എനിക്ക് ദാഹം. ഹജ്ജിന്റെ രാവിൽ ഞാൻ കഴപം കിനാവ് കണ്ട് ചതച്ച് പൂത്ത സുബർക്കത്തിൻ വാതിൽ കണ്ട്. KS ഖാദറിന്റെ ഓർമ്മയ്ക്ക് വേണ്ടി ആർക്കും മറക്കാൻ പറ്റാത്ത എന്നും എല്ലാ ഗാനമേളയിലും പാടുന്നൊരു പാട്ടുണ്ട്. ഗുണമണിയായ റസൂലുള്ളാഹ് തണി പകരും ഗുരുനൂറുള്ള ഇഹപരനബിയ ഹബീബുള്ള ഇറയോന്റെ തണിയേ സ്വല്ലല്ലാഹ്. ഗുണമണിയായ റസൂലുള്ള തണി പകരും ഗുരുനൂറുള്ള ഇഹപരനബിയ ഹബീബുള്ള ഇറയോന്റെ തണിയേ സ്വല്ലല്ലാഹ്. മർഹബയാ നൂറ ഐനി, മർഹബയാ ദത്തലി ഹുസൈനി, മർഹബ മർഹബ നൂറ് മുഹമ്മദ്, മർഹബ മർഹബ മർഹബ. അത് പുല്ലങ്കോടിന് ഇപ്പൊ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും. അവാർഡുകളൊക്കെ വാങ്ങി നമുക്ക് കൊടുക്കുന്ന ആദരം അവരെ പാട്ടുണ്ട്. പൂച്ചിരി കളിച്ചിരി പൂച്ചിരി കളിച്ചിരി തേൻ ചിരി കാട്ടി പുഞ്ചിരിക്കും പുതുനാരി, പൂതള മാതള കവിളിണ രണ്ടിൽ പൂതി പൂത്ത പുതുനാരി. പൂച്ചിരി കളിച്ചിരി തേൻ ചിരി കാട്ടി പുഞ്ചിരിക്കും പുതുനാരി, പൂതള മാതള കവിളിണ രണ്ടിൽ പൂതി പൂത്ത പുതുനാരി. 1978 ആദ്യമായി ഗൾഫ് പര്യടനം നടത്തിയ ഒരു 10 ടീം ഉണ്ടായിരുന്ന സമയത്ത് ഇപ്പൊ കൃഷ്ണദാസ് മാഷും BM കുട്ടി മാഷുമൊക്കെയുമായി ഒരുമിച്ച് വന്ന ആ കാലഘട്ടത്തെ മറക്കാൻ സാധിക്കില്ല. ആ പാട്ട് തൗബക്കൊരു വാതിൽ പ്ലീസ്. തൗബക്കൊരു വാതിൽ ഉണ്ടെങ്കിലാ വാതിൽ തൗഫീഖ് കൊണ്ട് തുറക്കൻ റഹ്മാനേ. മരണം വന്നെന്റെ തീരശീല വീഴുമ്പോൾ തരണം സലാമത്തേ എനിക്ക് പടച്ചോനേ. തൗബക്കൊരു വാതിൽ ഉണ്ടെങ്കിലാ വാതിൽ തൗഫീഖ് കൊണ്ട് തുറക്കൻ റഹ്മാനേ. ഗൾഫ് നാടുകളിൽ നിങ്ങൾ വരുമ്പോൾ എല്ലാ വേദികളിലും പാടാറൊരു പാട്ടുണ്ട് ഇലാഹിയ. വളരെ ഹിറ്റ് പാട്ടാണ്. ഇലാഹിയ ഇലാഹി ഇലാഹി തൗബതൻ ഖബലൽ മമാതി. കരൾ പൊട്ടി വിളിപ്പൂ ഞാനിലാഹി, കര കാട്ടി തുണയ്ക്കെന്നേ ഇലാഹി. ഒരു പാട്ടുണ്ട്
അത് ഏറെ ഗായിക പാടിയിട്ടുണ്ടെങ്കിലും കൂടി നിങ്ങളാണത് ഏറ്റവും കൂടുതൽ വേദികളിൽ എല്ലാ ഗാനമേളകളിലും പാടിയത്. ആ പാട്ട് അറിയാം നിങ്ങൾക്ക്? മംഗമണിയറക്കുള്ളിൽ കടന്നപ്പോൾ മങ്ങിയണി കണ്ടളിൽ നാണം വിടർന്നപ്പോൾ തങ്കത്തരിവള കയ്യാൽ മുഖം പൊത്തി താമര തരിളം തുണ്ടിൽ ചിരി തത്തി മംഗമണിയറക്കുള്ളിൽ കടന്നപ്പോൾ മയ്യണി കണ്ടളിൽ നാണം വിടർന്നപ്പോൾ. അവസാനമായ ഒരു പാട്ടും കൂടി. ശാന്ത ഭാഷയെ നമുക്ക് ആർക്കും മറക്കാൻ സാധിക്കില്ല. ശാന്ത ഭാഷ പറയുമ്പോൾ എനിക്കും ഫസിലത്തിക്കും ആ ഒരു ഓർമ്മ മറക്കാൻ സാധിക്കില്ല. ദുബായിൽ നിന്ന് ഖത്തറിലേക്ക് വരാനുള്ള ശാന്ത ഭാഷയ്ക്ക് ഒരു അവാർഡ് നൽകാൻ വേണ്ടി നിൽക്കുമ്പോൾ എല്ലാവരും ഫ്ലൈറ്റിൽ കയറിയ ശേഷം ഫസിലിറ്റിയും അടക്കമുണ്ട്, മറ്റുള്ള ഗായകരും ആർട്ടിസ്റ്റൊക്കെ ഉണ്ട്. മറക്കാൻ പറ്റാത്ത അനുഭവം. എല്ലാവരും ഫ്ലൈറ്റിൽ കയറിയ ശേഷം ഫ്ലൈറ്റ് അബുദാബിയിൽ ഇറക്കപ്പെട്ടു. ശാന്ത ഭാഷാവിന് ഒരു നെഞ്ഞുവേദന വന്ന് അവിടെ ഇറക്കി ചികിത്സയ്ക്കായി അവിടെ കൊണ്ടുപോവുകയും മറ്റുള്ള കലാകാരൻ, നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഫ്ലൈറ്റിൽ വന്നതിന് ആ ഫ്ലൈറ്റിൽ ഖത്തറിലേക്ക് വന്നപ്പോൾ ഈ മറ്റുള്ള കലാകാരൻ ഫസീലത്ത് അടക്കം ഒരു മൂഡ് പോലും ഉണ്ടായിരുന്നില്ല. ഒരു ദിവസം നീട്ടിവെക്കേണ്ടി വന്നു ആ ഗാനമേള. കരയുന്ന മുഖമുള്ള കണ്ണീരോടെയാണ് എയർപോർട്ടിൽ നിന്ന് സ്വീകരിച്ചത്. കാരണം ശാന്ത ഭാഷ അന്ന് പാട്ടുകളോ അല്ലെങ്കിൽ മൊബൈൽ ഫോൺസൊന്നും ഇല്ലാത്ത കാലഘട്ടം. എവിടെ വിളിക്കും, ആർക്ക് വിളിക്കും. പക്ഷെ ഫ്ലൈറ്റിൽ നിന്ന് ഒരാൾക്ക് ഇറങ്ങി പോകാൻ പറ്റുള്ളൂ. ശാന്ത ഭാഷയെ അവർ എമർജൻസി ആയിട്ട് കൊണ്ടുപോകുന്നുണ്ടായി. അപ്പോൾ ആ പാട്ട് ശാന്ത ഭാഷ വന്നതിന് ശേഷം പിറ്റേ ദിവസം രണ്ടാമത്തെ ദിവസം രാവിലെ സുഖം പ്രകടിച്ച് വീണ്ടും വന്നതിന് ശേഷമാണ് കലാപരിപാടി നടത്തപ്പെട്ടത്. മറക്കാൻ പറ്റില്ല. അന്ന് റിഹേഴ്സൽ എന്നെ വിളിച്ചപ്പോൾ യാസിന് ഒരു ദുഹാറിന് കൊണ്ടിരിക്കില്ല. ഫസീലത്തിയെ കണ്ണുകൾ എനിക്ക് കാണാൻ സാധിച്ചു. റൂമിൽ വരുമ്പോൾ റിഹേഴ്സലിൽ പോലും വന്നില്ല ഫസീലത്ത്. യാസിനോട് കൊണ്ട് ശാന്ത ഭാഷ കഴിഞ്ഞ 2 വർഷം കഴിച്ചു ഇവിടെ പറഞ്ഞു. ആ അവസാനമായി ആ ശാന്ത ഭാഷന്റെ ആ പാട്ടിലേക്ക് ആലം മടങ്ങൽ ആ പാട്ട്. ആലം ആടങ്കൽ അമിതറ മാനെ അടിയങ്ങൾ കാലംബമേകുന്നോനെ നിന്റെ തിരുനാമം വാഴ്ത്തുന്നു തമ്പുരാനെ. ആലം ആടങ്കൽ അമിതറ മാനെ അടിയങ്ങൾ കാലംബമേകുന്നോനെ നിന്റെ തിരുനാമം വാഴ്ത്തുന്നു തമ്പുരാനെ. തിരുനാമം വാഴ്ത്തുന്നു തമ്പുരാനെ. തിരുനാമം വാഴ്ത്തുന്നു തമ്പുരാനെ. താങ്ക് യു. നല്ലൊരു കൈയടി ഫസിലിത്താക്ക് വേണ്ടി, നല്ലൊരു കൈയടി പ്ലീസ്. താങ്ക് യു ഫസിലിത്ത. പഴയ കാലഘട്ടത്തിൽ കൂട്ടിക്കൊണ്ട് പഴയ ഒരു വേദനയായ അനുഭവത്തിൽ നമ്മൾ അവസാനിപ്പിച്ച് വിഷമിക്കുന്നത്. അതിൽ ഏതായാലും നിങ്ങൾ പ്രത്യേകം നന്ദി പറഞ്ഞു. വണ്ടൂരിൻ്റെ പേരിലും പുലിക്കോട്ടിൻ്റെ ഒരു എളിയ ഭാരവാഹി എന്നുള്ള പേരിലും നിങ്ങൾക്ക് പ്രത്യേകം നന്ദി പറയുന്നു. എപ്പോഴും ഈ പുലിക്കോട്ടിന് സ്മാരകത്തെയും അതേപോലെ ഈ വണ്ടൂർക്കാരെയും ഒന്നും മറക്കാതെ എപ്പോഴും വർഷത്തിലൊരിക്കലെങ്കിലും നിങ്ങൾ ഇവിടെ വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു. വളരെ സന്തോഷം. ഇതുപോലെ ഈ 2-3 പാട്ടുകൾ കഴിഞ്ഞ ശേഷം മൺമറഞ്ഞു പോയ ഒരുപാട് കലാകാരന്മാരെ നമുക്ക് ഓർക്കാനുണ്ട്. അവരൊക്കെ ഈ 2 പേര് പാടുന്നതിൽ അവരെ കുറിച്ചൊക്കെ ആ നല്ലൊരു പാട്ടുകൾ നിങ്ങൾ എന്നും നിങ്ങൾ ചുണ്ടിൽ നിൽക്കുന്ന ആ പാട്ടുകളെ കൂടെ പാടുന്നതായിരിക്കും. ജസ്റ്റ് ഫോർ 2 to 3 ലൈൻസ് എല്ലാ ഗായകന്മാരും പാടുന്നതായിരിക്കും. ഇതൊന്ന് ഈ രാവ്, ഈ ദിവസം നമുക്ക് തേനീശൽ രാവ് എന്ന് പറഞ്ഞ് മറക്കാൻ പറ്റാത്തൊരു രാവായി നമുക്ക് മാറണം എന്ന് മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ. എനിവേ, ബാക്ക് ടു മിസ്റ്റർ ബന്ന, അസ്ലൽ ബന്ന. അസ്ലൽ ബന്ന എൻ്റെ സുഹൃത്തും കൂടിയാണ്. ഖത്തറിലെ പ്രവാസി, ഇപ്പോഴും പ്രവാസി തന്നെയാണ്. ഒരുപാട് വലിയ വലിയ ആർട്ടിസ്റ്റ് ഖത്തറിൽ വരുമ്പോൾ അദ്ദേഹമായിരുന്നു അന്ന് കമ്പയർ ചെയ്തിരുന്നത് എല്ലാം എൻ്റെ കൂടെ നിന്ന്. ഇന്ന് ഖത്തർ നാട്ടിലും ഈ മണ്ണിൽ വണ്ടൂരിലും എൻ്റെ ഒപ്പം തോളോട് തോൾ ചേർന്നുകൊണ്ട് ഈ ഒരു സംഭവം ഗാനമേള ഒരുക്കാൻ എൻ്റെ കൂടെ നിന്നതിൽ അസ്ലൽ ബന്ന സാഹിബിനും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. താങ്ക് യു. താങ്ക് യു ഇസക്ക. ഞാൻ ഒന്ന് ഇടപെടുക. ഈ ഗാനം ഇങ്ങനെയൊക്കെ ഉണ്ടാകാനും ഗാനമേള ഉണ്ടാക്കാനും ഒക്കെ ഈ കമ്മിറ്റിക്കോ മറ്റു ബന്ധപ്പെട്ട ആളുകൾക്ക് ഒരു ചെലവുമില്ല. ലക്ഷക്കണക്കിന് ഉറുപ്പ്യൻ്റെ ചെലവൊക്കെ വഹിച്ചിട്ടാണ് ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ നടത്തുന്നത്. ഞാൻ കിഡ്നി മാറ്റി വെച്ച ഒരാളാണ്. എപ്പോഴാണ് മരിച്ചതെന്ന് അറിയില്ല. അടുത്ത പ്രാവശ്യം നിങ്ങൾ ഗാനമേള നടത്തുമ്പോൾ ഉണ്ടാകുമെന്ന് വെച്ചറിയില്ല. എൻ്റെ പെണ്ണുങ്ങളെ കിഡ്നി മാറ്റി വെച്ചിട്ട് 3 കൊല്ലമായിട്ടുള്ളൂ. അപ്പോൾ
ഈസാക്കാനോട് എനിക്കൊരു അഭ്യർത്ഥന. ഞാനൊരു ഞങ്ങൾ തങ്ങന്മാരെ കുറേ ബഹുമാനിച്ചതുമുണ്ട്, കാണാൻ ചൊർക്കില്ല എന്നുള്ളൂ. അപ്പൊ എനിക്ക് നിങ്ങളോടൊരു അഭ്യർത്ഥന, ഒരു പാട്ട് നിങ്ങളൊന്ന് പാടിയിട്ട് ഈ ആൾക്കാരൊക്കെ ആക്കുന്നുണ്ടല്ലോ, ഒരു പാട്ട് നിങ്ങളൊന്ന് പാടണം. ഞാൻ റിക്വസ്റ്റ് ആണ്. നിങ്ങളിത് കേട്ടിട്ടില്ലേ കുരുത്തക്കേട് പറ്റുമെന്ന് വന്നത്. പ്രിയ സഹോദര സംഘങ്ങളെ, പ്രത്യേകിച്ച് നിങ്ങൾ വലിയ വാക്കൊന്നും പറയില്ലേ. ഞാൻ അങ്ങനെയൊന്നുമില്ല. ഒരു ഗാനമേളയല്ല, ഇങ്ങനത്തെ ഒരു സംഭവം നമ്മളിതിൻ്റെ അംഗമാണ്. നമ്മൾ സംഘടിപ്പിക്കുമ്പോൾ നമ്മൾ തന്നെ അതിൽ കയറി പാടുന്നത് സുഖമില്ല. കാരണം നിങ്ങൾ ഗസ്റ്റായിട്ട് ഒരു 10-11 വർഷം മുമ്പ് ഞാൻ ഇവിടെ അങ്ങാടിയിൽ വന്ന് പാടിയതാണ്. അനിൽകുമാർ സാർ ഉദ്ഘാടനം ചെയ്ത് മന്ത്രിയായിരുന്ന സമയത്താണ് തോന്നുന്നു. ഞാനിവിടെ നിങ്ങൾ ക്ഷണം സ്വീകരിച്ച്, പ്രത്യേകിച്ച് ജമീലൊക്കെ ഉള്ളപ്പോൾ ജമീലൊക്കെ വിളിച്ചിട്ട് വന്നിട്ട് ഒരുപാട് ഗസ്റ്റായിട്ട് ഒന്ന് പാടി. പക്ഷെ ഇത് നമ്മൾ അത് പ്ലാനും ചെയ്തിട്ടില്ല. മാത്രമല്ല നമ്മളിതിൻ്റെ സംഘാടകരാണ്. അതിൻ്റെ പേരിൽ അവർക്ക് അവസരം കൊടുത്ത് അവരിൽ നിന്ന് കൂടുതൽ ഔട്ട്പുട്ട് വാങ്ങലായിരുന്നു നല്ലതില്ല. അതുകൊണ്ടാണ്, വേറെ ഒന്ന് വാശി അങ്ങനെ. ഞാൻ ഗായകനൊന്നുമല്ല, ചെറിയൊരു സംഘാടകനാണ്. അതിനിടക്കൂടെ ചെറുപ്പകാലങ്ങൾ തൊട്ടേ ഈ ഗാനമായിട്ട് നടക്കുന്ന ഒരു സ്കൂളും കോളേജിലൊക്കെ ഉണ്ടാവും ഒന്ന് പോയെന്ന് മാത്രമേ ഉള്ളൂ, അതൊന്നുമല്ല. നാഗുറനിഫ് എനിക്ക് വളരെ ഇഷ്ടമാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതിൽ ഒരുപാട് പാട്ടുകളുണ്ട്. എന്നാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം കവികൾ, തമിഴിലെ കവികൾ അറിയാലോ, എൻഡ് ഓഫ് ദി ആ പാട്ടിൻ്റെ അവസാനം വലിയൊരു മെസ്സേജ് കൊടുത്തിട്ടാണ് ഈ മാപ്പിളപ്പാട്ടായാലും മുസ്ലിം ഗാനങ്ങളൊക്കെ ആണെങ്കിൽ ഇപ്പോൾ പാടും. അതുകൊണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടാണ്. നമ്മളെ മോള് അനാമിക്ക് അവിടെ പാടിയതാണ്. അതൊരു സ്റ്റൈല് വേറെ, ഈ സ്റ്റൈല് വേറെ. ജസ്റ്റ് ഒന്ന് പാടി നോക്കും. ഇതിൽ മീഡിയ വണ്ണിലൊക്കെ പാടിയപ്പോൾ ഞാൻ കുറേ ചെറിയ തിരുത്തുകളും കാര്യങ്ങളൊക്കെ തിരുത്തി കൊടുത്തിരുന്നു. ആ കുട്ടികളൊക്കെ തിരുത്തി വളരെ ഭംഗിയായി പാടി. അത് പ്രത്യേകിച്ച് മീഡിയ വണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഈ നാഗുറലിപ്പൊക്കെ റൗണ്ട് തന്നെ ഒരുപാട് നന്ദി പറയാനുണ്ട്. കാരണം പട്ടുമാലിൽ നമുക്ക് വലിയൊരു സംഭവം കൈരളി തന്നാലും മീഡിയ വണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് PT അബ്ദുറഹ്മാൻ സാഹിബ്, ചാന്തു പാഷ റൗണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് റൗണ്ട്സ് ഉണ്ടാക്കി. മാത്രമല്ല നാഗൂർ അനീഫയ്ക്ക് വേണ്ടി തമിഴ്നാട്ടിൽ കിടക്കുന്ന എങ്ങോ ജീവനോടെ സ്നേഹിക്കുന്ന നമ്മളെല്ലാവരും നെഞ്ചിലേറ്റിയ നാഗൂർ അനീഫയ്ക്ക് വേണ്ടി റൗണ്ട്സ് ഉണ്ടാക്കി വളരെ ഭംഗിയായി കേരളത്തിലുള്ള എല്ലാവരും ആ പാട്ടുകൾ ആസ്വദിക്കാനും സാധിച്ചു. 4-5 വർഷമായി നമ്മൾ പിരിഞ്ഞിട്ട് നാഗൂർ അനീഫ ഫാത്തിമ പാടുന്ന പറയും അനാമിക മോള് പാടി നന്നായി പാടി. എന്നാലും ഒരു ഡിഫറെൻറ്റ് സ്റ്റൈലിൽ കൂടി നമുക്ക് അത് എങ്ങനെയാണോ ഇതിൽ പാടിയത് അതേ സ്റ്റൈലിൽ പാടുന്നില്ല. നമ്മൾ സ്റ്റൈലായിട്ട് പാടാം. അതിൽ വിരുത്തൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അതിൽ വിരുത്തമൊക്കെ വന്ന് പാടുമ്പോൾ കുറച്ചുകൂടി നന്നാവും. ലിറിക്സൊക്കെ മോള് നന്നായി പാടി. അതായത് ഞാൻ ആ പാട്ടൊന്നും കൂടി പാടിയാണ്. ഒരുപാട് പാട്ടുകളുണ്ട്. ഇവിടെ വന്നപ്പോൾ അള്ളാഹു നാം തൊഴുതാൽ പാടിയിരുന്നു. അതേപോലെ തന്നെ പാലിബനം താണ്ടി പോകലാമേ കഴിഞ്ഞ 4 മാസം കോഴിക്കോട് പാടിയിരുന്നു. അത് ഓർമ്മയ്ക്ക് വേണ്ടി. ഇപ്പോൾ ഫൈസൽ മാഷും അതേപോലെ ഞാൻ സ്നേഹിക്കുന്ന ആശ എന്ന സംഘടനയിൽ, അതുപോലെ ഇതേപോലെ ഇഷൽമാലയുടെ ഗ്രൂപ്പിലുള്ള എല്ലാതിൻ്റെ സഹോദരങ്ങൾക്ക് വളരെ എന്നോട് ചോദിക്കുന്നൊരു സംഭവമായിട്ടാണ് പാട്ട് നാഗൂറിനെയൊക്കെ കുറിച്ചുണ്ടാവുന്നത്. അത് പാടി നോക്കിയാണ്. ഗായകനല്ല, തെറ്റുകളുണ്ടെങ്കിൽ ക്ഷമിക്കുക. പിന്നെ നിങ്ങൾ പറഞ്ഞ പോലെ ഈ കലാകാരന്മാർക്ക് എല്ലാവർക്കും നല്ലൊരു കൈ. കാരണം അവർ വണ്ടൂർക്ക് വരുമ്പോൾ ലക്ഷ്യങ്ങളൊന്നും ചെലവായിട്ടില്ല കേട്ടോ. നിങ്ങൾ പറയുന്ന മാതിരി ഒന്നുമല്ല. സാധാരണ നിലയ്ക്കുള്ള ചെറിയൊരു പൈസ വാങ്ങിയിട്ട് മാത്രമേ അവരൊക്കെ ഇവിടെ വന്നിട്ടുള്ളൂ. ഇത് വിളിച്ചപ്പോൾ നിങ്ങളൊന്നും ഒരു വലിയൊരു ഇതിലൊന്നും ഇവിടെ ചിലവൊന്നും വന്നിട്ടില്ല. വളരെ അത് ഞാൻ തുറന്നു പറയുകയാണെന്ന് മാത്രമേ ഉള്ളൂ. അവർക്ക് ഈ ഇവിടെ മനോഹരമായി ഇവിടെ അവതരിപ്പിച്ച മ്യൂസിഷ്യൻസും അതേപോലെ പാട്ടുകാർക്കും ഈ മരമണിക്കൂറോട് നമുക്ക് നമുക്ക് പാടാം. അവർ പാടുന്നതായിരിക്കും. അവർക്ക് നല്ലൊരു കൈയടി പ്ലീസ് അവർക്ക് വേണ്ടി. ஃபாத்திமா வாழ்ந்த முறை உனக்கு தெரியுமா? அந்த பாதையிலே வந்த பெண்ணே நீ சொல்லம்மா. ஃபாத்திமா வாழ்ந்த முறை உனக்கு தெரியுமா? ஃபாத்திமா வாழ்ந்த முறை உனக்கு தெரியுமா? அந்த பாதையிலே வந்த பெண்ணே நீ சொல்லம்மா. ஃபாத்திமா வாழ்ந்த முறை உனக்கு தெரியுமா? அந்த பாதையிலே வந்த பெண்ணே நீ சொல்லம்மா.
உத்தம திருநபியின் மகளல்லவா, உத்தம திருநபியின் மகளல்லவா, நமது உண்மை வீரர் அலியாரின் மனைவி அல்லவா. உத்தம திருநபியின் மகளல்லவா, உத்தம திருநபியின் மகளல்லவா, நமது உண்மை வீரர் அலியாரின் மனைவி அல்லவா. சத்தியம் காத்து நின்ற இதயம் அல்லவா, சத்தியம் காத்து நின்ற இதயம் அல்லவா. நல்ல செல்வங்களாம் ஹசன் ஹுசைன் அன்னை அல்லவா, அன்னை அல்லவா. பாத்திமா வாழ்ந்த முறை உனக்கு தெரியுமா, அந்த பாதையிலே வந்த பெண்ணே நீ சொல்லம்மா. கணவரின் சொல் வணங்கி நடந்தவரன்றோ, கணவரின் சொல் வணங்கி நடந்தவரன்றோ, பெரும் கண்ணியத்தின் இருப்பிடமாய் திகழ்ந்தவரன்றோ. கணவரின் சொல் வணங்கி நடந்தவரன்றோ, கணவரின் சொல் வணங்கி நடந்தவரன்றோ, பெரும் கண்ணியத்தின் இருப்பிடமாய் திகழ்ந்தவரன்றோ. குணமுடன் எளிய வாழ்க்கை வாழ்ந்தவரன்றோ, குணமுடன் எளிய வாழ்க்கை வாழ்ந்தவரன்றோ, நல்ல குடும்பங்களில் குலவிளக்காய் திகழ்ந்தவரன்றோ, திகழ்ந்தவரன்றோ. பாத்திமா வாழ்ந்த முறை உனக்கு தெரியுமா, அந்த பாதையிலே வந்த பெண்ணே நீ சொல்லம்மா. കഴിഞ്ഞിട്ടില്ല. ഇവിടെയാണ് കവികളെ കുറിച്ച് ഞാൻ പറഞ്ഞത്. പുലരാഭിജിന്റെ ഒരുപാട് വരി, ഈ നാലാമത്തെ വരി ഇപ്പം അടുത്ത ശരണത്തിലേക്ക് പോകുമ്പോൾ അവരുടെ വരികൾ നോക്കൂ. ദേ ഹാവ് ഗിവൻ ദ മെസ്സേജ് ടു ദ പീപ്പിൾ ഹൗ ടു ഡു ആൻഡ് ഹൗ ടു ആക്ട് ആൻഡ് ഹൗ ടു ലിവ് ഇൻ ദ കൺട്രി. അതാണ് പ്രശ്നം. ആ വാക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കില്ല. അതാണ് നിർത്തിയത് ഇവിടെ. ആ 4 വരികളിൽ നോക്കൂ നമ്മൾ. ഏതൊരു പാട്ടിനും തമിഴിലെ കവികൾ, ഞാൻ എപ്പോഴും OM കരുവാരക്കുണ്ട് സാഹിബിനോടും ബാപ്പു വെളിപ്പറമ്പോടും ഇവരൊക്കെ ഞാൻ പറയാറുണ്ട്. ഷുക്കൂറോട് മുതൽ അടുത്ത തലമുറയിലെ കവിയാണ് ഇവർ. അവരെക്കൂടി ഞാൻ പറയാറുണ്ട്, എൻഡ് ഓഫ് ദി ഡേ, എൻഡ് ഓഫ് ദി സോങ്, യു ഹാവ് ടു ഗിവ് എ മെസ്സേജ് ടു ദി പീപ്പിൾ. നിങ്ങൾ കൊടുക്കണം അത് പറയാറുണ്ട്. ആ ഒരു പാട്ട് നോക്കി എത്ര വർഷങ്ങൾക്ക് മുമ്പാണ് ഈ വരി എഴുതിയത്. ഇന്നും തയക്കമെന്ന എണ്ണി പാരമ്മാ, ഇന്നും തയക്കമെന്ന എണ്ണി പാരമ്മാ, இந்த இக வாழ்வு நிலையல்ல உணர்ந்து கொள்ளம்மா. இன்னும் தயக்கமென்ன எண்ணி பாரம்மா, இன்னும் தயக்கமென்ன எண்ணி பாரம்மா, இந்த இக வாழ்வு நிலையல்ல உணர்ந்து கொள்ளம்மா. உண்மை தீன் வழியை மறந்ததேனம்மா, உண்மை தீன் வழியை மறந்ததேனம்மா, அந்த உத்தமியாம் பாத்திமா போல் வாழ்ந்து காட்டம்மா, வாழ்ந்து காட்டம்மா. பாத்திமா வாழ்ந்த முறை உனக்கு தெரியுமா, அந்த பாதையிலே வந்த பெண்ணே நீ சொல்லம்மா. இன்னும் தயக்கம்
പെണ്ണെ എണ്ണിപ്പാരമാ ഇന്നും തയക്കും, എന്തിനാണ് നീ മടിച്ചു നിൽക്കുന്നത് പെണ്ണെ? എണ്ണിപ്പാരമൊന്ന് ആലോചിച്ച് നോക്കൂ, ഒന്ന് ചിന്തിച്ചു നോക്കൂ. இந்த ഇകവാழ்வு നിലയല്ല ഉണർന്നു കൊള്ളമ്മ. ഈ ജീവിതവും ഈ ഫേസ്ബുക്കും ഈ പറഞ്ഞ വാട്സപ്പും കാര്യങ്ങളൊക്കെ അതൊക്കെ അന്നേ ദീർഘവിഷണത്തോടെ കവി. ഇതൊന്നും ഒരു നിലയായ ശ്വാസമല്ല. ഇന്നും നിലയല്ല ഉണർന്നു കൊള്ളുമ്മ. ഉണ്മൈ ദീൻ വഴിയെ, ദീനിന്റെ സത്യസന്ധമായ ദീൻ വഴിയെ മറന്നതേനമ്മ, എന്തുകൊണ്ട് നീ മറന്നു മോളെ? അന്ത ഉത്തമയാം ഫാത്തിമ പോൽ ജീവിക്കാൻ പഠിക്കും. എന്തുകൊണ്ട് നീ മറന്നു ആ സംഭവം? ആ സംഭവത്തിനെ ഫാത്തിമയെ പോലെ ജീവിക്കാൻ പഠിക്കുമോളെ എന്ന് പറഞ്ഞ് പാടിയ പാട്ട് മറക്കാൻ സാധിക്കയില്ല. ഫാത്തിമ വാഴ്ந்த മുறை ഉനക്ക് தெரியுமா, அந்த பாதையிலே வந்த பெண்ணே நீ சொல்லம்மா. ഫാത്തിമ வாழ்ந்த முறை உனக்கு தெரியுமா, அந்த பாதையிலே வந்த பெண்ணே நீ சொல்லம்மா. ഫാത്തിമ வாழ்ந்த முறை உனக்கு தெரியுமா, அந்த பாதையிலே வந்த பெண்ணே நீ சொல்லம்மா. ഫാത്തിമ வாழ்ந்த முறை உனக்கு தெரியுமா, அந்த பாதையிலே வந்த பெண்ணே நீ சொல்லம்மா. ഹലോ, നിങ്ങളോട് വാഗ്ദാനം നൽകിയ പോലെ തന്നെ മൺമറഞ്ഞു പോയ ഒരുപാട് കലാകാരന്മാരുണ്ട്. അവർ ഈ വണ്ടൂരിൽ ഒരുപാട് പ്രാവശ്യം വന്നവരായിരിക്കാം, മറക്കാൻ സാധിക്കില്ല. അവരൊക്കെ ഓർക്കുന്നുണ്ട്. ഈ പറഞ്ഞ 10 മിനിറ്റോണ്ടിൽ തന്നെ നമുക്ക് ആ ഒരു പാട്ടുകളൊക്കെ ഒന്ന് ഒരു 2 വരി ഇവരെ കൊണ്ട് പാടിപ്പിക്കാം. ഒരിക്കലും നിങ്ങളിതിൽ അന്നൊരു വീട്ടിൽ പോകുന്ന സമയത്തേക്ക് മറക്കാൻ സാധിക്കാത്ത പാട്ടുകളാണത്. നമ്മൾ പറഞ്ഞ അത് നമ്മൾ അതിലേക്ക് പോകാം. എല്ലാവരുടെ സമ്മതത്തോടു കൂടിയിട്ട് എല്ലാ ഗായകന്മാരെയും വിളിക്കുന്നു. ഗായകന്മാർ ഓക്കെ. പാട്ടിൻ്റെയും കവിതയുടെയും വഴിയിൽ തീർച്ചയായിട്ടും വ്യത്യസ്തമായ സഞ്ചാരം നടത്തിയ എഴുത്തുകാരനാണ് പുലിക്കോട്ടിൽ ഹൈദർ. അദ്ദേഹത്തിൻ്റെ സ്മരണയിൽ ഇന്ന് നാം മാപ്പിളപ്പാട്ട് രംഗത്തെ പ്രഗത്ഭരായ വ്യക്തികളെ ആദരിച്ചു. പ്രഗത്ഭരായ രചയിതാക്കളുടെയും ഗായകരുടെയും ഗാനങ്ങൾ ആവർത്തിച്ചു. ഇനി വന്നു ചേർന്ന 7 ഗായകരും 16 പ്രതിഭാധനരായ കലാകാരന്മാരെ ഇവിടെ ഓർത്തെടുത്ത് പാടുകയാണ്. ഈ പാട്ടിലേക്ക് നമുക്ക് പ്രവേശിക്കാം. AV മുഹമ്മദ് കയുടെ ഗാനത്തിലാണ് നമ്മൾ ആരംഭിക്കുന്നത്. യെസ്. ബിസ്മിയും ഹംദും സലാത്തും ബിന്ദതിയിൽ പിന്നെ ബന്ധുരുകും ചിന്തയിൽ ദുആയിരം നീടുന്നേ. കഷ്ടതാഗ്രഹ പിഴകൾ തട്ടി നീക്കുവാനേ കണ്ണുനീരോടെ കരം നീട്ടുന്നു തമ്പുരാനേ. ബിസ്മിയും ഹംദും സലാത്തും പിന്നതിയിൽ പിന്നെ ബന്ധുരുകും ചിന്തയിൽ ദുആയിരം നീടുന്നേ. എരഞ്ഞോളി മൂസക്കയെ നമ്മുടെ ഏറ്റവും പ്രഗത്ഭനായ ഗായകനെ നമുക്ക് തന്നത് ഒറ്റ പാട്ടിലൂടെയാണ്. അത് നമുക്കറിയാം, മേറാജ് രാവിലെ കാറ്റ്. പ്രിയപ്പെട്ട PT അബ്ദുറഹിമാന്റെയും ചാന്ദ് പാഷയുടെയും സംഗീത സംവിധാനത്തിലാണ്, PT-യുടെ രചനയിലാണ് മേറാജ് രാവിലെ കാറ്റ്. മേറാജ് രാവിലെ കാറ്റേ മരുഭൂമി തണുപ്പിച്ച കാറ്റേ. മേറാജ് രാവിലെ കാറ്റേ മരുഭൂമി തണുപ്പിച്ച കാറ്റേ. മേറാജ് രാവിലെ കാറ്റേ മരുഭൂമി തണുപ്പിച്ച
മുഹമ്മദ് സാഹിബിനെ മറക്കാൻ സാധിക്കില്ല. പീർക്ക് ഈ കഴിഞ്ഞ മാസം കോഴിക്കോട് വെച്ച് വലിയൊരു ആദരവും മാപ്പിളപ്പാട്ട് ലവേഴ്സ് കൊടുത്തിരുന്നു. ഞങ്ങളൊക്കെ പങ്കെടുത്തിരുന്നു. ഈ പ്രായത്തിലും അദ്ദേഹത്തിന് അസുഖമുണ്ടെങ്കിലും ഒരിക്കലും മറക്കാൻ പറ്റാത്ത നമ്മൾക്ക് മലയാളിക്ക് നൽകിയ ഒരുപാട് ഗാനങ്ങൾ ഉണ്ട്, മറക്കാൻ സാധിക്കില്ല. ഇപ്പോഴും ഇൻഷാ അല്ലാഹ് ദൈവം അനുഗ്രഹിച്ചാൽ അടുത്ത വർഷം ഈ സംഗമത്തിൽ പീർക്കെ നമുക്ക് കൊണ്ടുവരണം, ഇവിടെ ആദരിക്കണം എന്ന ആഗ്രഹമുണ്ട്. തീർച്ചയായും മാപ്പിളകല പുലിക്കോട്ടിൽ ഹൈദർ സ്മാരകം തീർച്ചയായും അതിനുള്ള മുൻകൈ എടുക്കും എന്ന് മാത്രമേ പറഞ്ഞുകൊണ്ട് പീർക്കയെ ഉള്ള പാട്ടാണ് പേരുന്നത് മലർക്കൊടിയെ എന്ന പാട്ട് അത്തുവിനോട് പാടാൻ ആഗ്രഹിക്കുന്നു. നീലനദീ തീരത്ത് സൗന്ദര്യം കാണാനായി വന്നവളാണോ, സ്വപ്ന കന്യകയാണോ, അവളുടെ പുഞ്ചിരിയാലെ എൻ്റെ അടിതളന്നേ, മലർക്കൊടിയെ ഞാനെന്നും പുഴയരികിൽ പോയെന്നും വളർന്നു വന്നുള്ളൊരു പെണ്ണിനെ കണ്ടു, അവളുടെ സുന്ദരമാം കൺകോണിൽ ഉമർക്കവും കണ്ടേ. കഥാപ്രസംഗ രംഗത്ത് സജീവമായി നിന്ന ഗായികയാണ് ഐഷ ബീഗം. ഐഷ ബീഗത്തിന്റെ അഹദായവനെ സമതായവനെ എന്ന ഗാനം ഏറെ പ്രശസ്തമാണ്. ഫാരിഷയാണത് നമുക്ക് വേണ്ടി ആലപിക്കുന്നത്. അഹദായോനേ സമദായോനേ അഖിലവും പോറ്റും യാ സുബ്ഹാനേ. അഹദായോനേ സമദായോനേ അഖിലവും പോറ്റും യാ സുബ്ഹാനേ. ആരാധനകൾ കർഹാനായോനേ ആരിലും കാരുണ്യം ചൊരിഞ്ഞിടും. ആരാധനകൾ കർഹാനായോനേ ആരിലും കാരുണ്യം ചൊരിയും തോണി. അഹദായോനേ സമദായോനേ അഖിലവും പോറ്റും യാ സുബ്ഹാനേ. അഹദായോനേ സമദായോനേ അഖിലവും പോറ്റും യാ സുബ്ഹാനേ. ആലപ്പുഴയിൽ നിന്ന് കഥാപ്രസംഗത്തിലൂടെ മാപ്പിളപ്പാട്ടിലേക്ക് വന്ന രണ്ട് പേർ, ഒന്ന് ഐഷാത്തയാണെങ്കിൽ മറ്റൊന്ന് റംലത്തയാണ്. റംലാബീഗത്തിൻ്റെ ഏറ്റവും പ്രസിദ്ധമായ ഗാനമാണ് ഇരുലോകം. മനോഹരമായ ശബ്ദത്തിനുടമയാണ് റംലാബീഗം. റംലത്തയുടെ ഇരുലോകം പാടുന്നത് തീർത്ഥയും അനാമികയും. ഇരുലോകം ജയമണി നബിയുള്ള തിരുവും വന്നേ. ഈരേദേശമെലിഞ്ഞൊരു കിഴവനും സലാമായി ചൊന്നേ. ഇരുലോകം ജയമണി നബിയുള്ള തിരുവും വന്നേ. ഈരേദേശമെലിഞ്ഞൊരു കിഴവനും സലാമായി ചൊന്നേ. ചൊന്നവർ മന്നത് വീങ്കരമേറ്റി എന്നോട് എൻ കൊതിയെന്നു ചാറ്റി. മുന്നീട കിഴവം മുകൾ പോറ്റി പോറ്റിയിടെ പരതവൻ പ്രിയമോടെ ഹബീബുല്ലാവേ. പോലീശ കടലുട നിരവരം റസൂലുള്ളാവേ. ഇരുലോകം ജയമണി നബിയുള്ള തിരുവും വന്നേ. ഈരേദേശ വെളിഞ്ഞൊരു കിഴവനും സലാമായി ചൊന്നേ. കഴിഞ്ഞ വർഷം നമ്മളെ വിട്ട് പിരിഞ്ഞു പോയ എം കുഞ്ഞുമൂസ് മറക്കാൻ ഒരുപാട് നേരത്തെ പാടി ദറജപ്പൂമുള്ള രഹനയും അതേപോലെ തന്നെ ഷെരീഫ് പാടി ഹിറ്റാക്കിയ ഒരുപാട് പാട്ടുകളുണ്ട്. മറക്കാൻ സക്കോജ രാജാവേ പറയാറുണ്ട്. അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി ഒരു പാട്ട് ഉണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാം. തീർത്ഥയെ ക്ഷണിക്കുന്നു പള്ളി മിനാരത്തിൽ നിന്ന് ഗാനത്തിന് വേണ്ടി. പള്ളി മിനാരത്തിൽ നിന്നും പറക്കുന്ന വെള്ളിപ്പിറാവുകളെ പള്ളി മിനാരത്തിൽ നിന്നും പറക്കുന്ന വെള്ളിപ്പിറാവുകളെ
ലിജി സത്താർക്കയാണ് അടുത്തതായി വരുന്നത്. ചരാചര സൃഷ്ടിക്ക് എന്ന ഈ ഗാനം IP സിദ്ദിഖ് പാടുന്നു. ആദ്യം ഉയരിട്ട ആദം നബിയും ആദ്യം ഉയരിട്ട ആദം നബിയും അവതാരൻ ഈസാ നബിയും അവകാശി തൗറാത്തിൻ മൂസാ നബിയും അഴകില്ലതുല്യനാം യൂസുഫ് നബിയും ഇവരെല്ലോരെ സൃഷ്ടിക്കും കാരണഭൂതൻ പരാപരനല്ലാഹുവിന്ദൂരൻ ചരാചര സൃഷ്ടിക്ക് കാരണഭൂതൻ പരാപരനല്ലാഹുവിന്ദൂരൻ ചരാചര സൃഷ്ടിക്ക് കാരണഭൂതൻ പരാപരനല്ലാഹുവിന്ദൂരൻ. തൻ്റെതായ ശൈലിയിലൂടെ തൻ്റെതായ ഒരു ശബ്ദത്തിനുടമയായ MA അസീസ് ഖാ ഒട്ടനവധി ആരാധകരുള്ള ഗായകനാണെന്ന് തോന്നിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ പ്രസിദ്ധമാണ്. ഇവിടെ ഉടയോൻ പഠിച്ചവരെ എന്ന ഗാനം, അദ്ദേഹത്തിൻ്റെ മറ്റു പാട്ടുകളൊക്കെ ആലപ്പുഴക്കാരാണ് എഴുതിയത്. ഈ പാട്ട് മലപ്പുറത്തുകാരൻ ഒരാൾ എഴുതിയതാണ്. ആ പാട്ടാണ് ഇവിടെ മമ്മാലി പാടുന്നത്. അഞ്ചു നേരത്തെന്നും നമ്മൾ നമസ്കരിക്കാൻ അഹദോൻ വിധിച്ചു റമദാനിൽ നോമ്പ് നോൽക്കാൻ. അഞ്ചു നേരത്തെന്നും നമ്മൾ നമസ്കരിക്കാൻ അഹദോൻ വിധിച്ചു റമദാനിൽ നോമ്പ് നോൽക്കാൻ. ഹജ്ജ് ചെയ്തിടുവാൻ സക്കാത്തേകിടുവാൻ ഹജ്ജ് ചെയ്തിടുവാൻ സക്കാത്തേകിടുവാൻ. ഉടയോൻ പടച്ചവരെ ഉലകിൽ ജനിച്ചവരെ ഉദവി നൽകും ഇലാഹിനെ മറന്നവരെ ഉദവി നൽകും ഇലാഹിനെ മറന്നവരെ ഉടയോൻ പടച്ചവരെ. തലശ്ശേരി ഉമ്മർക്കാൻ നമുക്ക് മറക്കാൻ സാധിക്കില്ല. 3-4 പാട്ടുകളാണെങ്കിലും ഒരുപാട് നല്ല ഹിറ്റുകൾ കൊടുത്ത ഉമ്മർക്കാൻ മറക്കാൻ സാധിക്കില്ല. ചേലത്തൊളിവളി ആയിക്കോട്ടെ, കൊടുമുല്ല ചിരിയുള്ള പാട്ടായിക്കോട്ടെ, അഴകാർ മോഹം, എത്ര പാട്ടുകൾ പറയാം. നമുക്കിവിടെ പാടാൻ പോകുന്നത് അത്ത് പാടുന്നത് ചേലത്തൊളിവളിയാണ്. ചേലത്തെളിവൊളി മണിമാലയടിച്ചിട്ട് നാടിച്ചിരിക്കുന്ന സുഹറാവി നീലമിഴികളിൽ പല പല കിനാവുകൾ ചാലിച്ചെഴുതുന്ന പുതുനാരി. ചേലത്തെളിവൊളി മണിമാലയടിച്ചിട്ട് നാടിച്ചിരിക്കുന്ന സുഹറാവി നീലമിഴികളിൽ പല പല കിനാവുകൾ ചാലിച്ചെഴുതുന്ന പുതുനാരി. മാപ്പിളപ്പാട്ടിനെ സമ്പന്നമാക്കിയ മറ്റൊരു ഉമ്മറുണ്ട്. അത് MP ഉമ്മർ കുട്ടിയാണ്. അദ്ദേഹത്തിന്റെ അമ്പിയ രാജശിരോമണി എന്ന ഗാനം IP ആലപിക്കുന്നു. അമ്പിയ രാജശിരോമണി താഹാ തങ്ങൾ ഹദറത്തിൽ അമ്പിയ രാജശിരോമണി താഹാ തങ്ങൾ ഹദറത്തിൽ നബിയുടെ സല്ലല്ലാഹു അലൈഹിവസല്ലമേ അക്കൊടി ദീപം കണ്ട് മറഞ്ഞാറോ നാച്ചേരിന്റെ ദിക്ക് മദീനത്തേക്കൊന്നെത്തിക്കേണമേ. അമ്പിയ രാജശിരോമണി താഹാ തങ്ങൾ ഹദറത്തിൽ നബിയുടെ സല്ലല്ലാഹു അലൈഹിവസല്ലമേ അക്കൊടി ദീപം കണ്ട് മറഞ്ഞാറോ നാച്ചേരിന്റെ ദിക്ക് മദീനത്തേക്കൊന്നെത്തിക്കേണമേ. പാടിയ പാട്ടുകളൊക്കെ ഹിറ്റാക്കിയ ഒരു ഗായകനുണ്ട്. കുറച്ച് പാട്ടേ പാടിയിട്ടുള്ളൂ. ഈ അടുത്ത് നമ്മോട് ഇവിടെ പറഞ്ഞ ഹമീദ് ഷർവാനി, അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ MA റഹീം മൗലവി കുറ്റിയാടിയുടെ പാട്ടുകളാണ് അദ്ദേഹം കൂടുതലും പാടിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രസിദ്ധമാണ് മാപ്പിളപ്പാട്ടിലൊരു 10 എവർഗ്രീൻ സോങ്സ് എടുത്താൽ അതിലൊന്നാണ് ഉണ്ടോ സഖി ഒരു കുലമന്ദിരി. ഇവിടെ അത് മമ്മാലി പാടും. ഉണ്ടോ സഖി ഒരു കുലമുന്തിരി വാങ്ങിടുവാനായി നാലണ കയ്യിൽ ഉണ്ട് പ്രിയേ കൽവിലൊരാശ മുന്തിരി തിന്നിടുവാൻ. ഉണ്ടോ സഖി ഒരു കുലമുന്തിരി വാങ്ങിടുവാനായി നാലണ കയ്യിൽ ഉണ്ട് പ്രിയേ കൽവിലൊരാശ മുന്തിരി തിന്നിടുവാൻ. നമുക്കൊരു ഗായകൻ ഉണ്ടായിരുന്നു, ചാവക്കാട് റഹ്മാൻ, മറക്കാൻ സാധിക്കില്ല. അദ്ദേഹത്തിൻ്റെ ഒരുപാട് പാട്ടുകൾ ഉണ്ടെങ്കിലും ഈ ഒരു പാട്ട് നിങ്ങൾ എല്ലാവരും ചേർന്ന് പാടുന്ന ഞാൻ അഭ്യർത്ഥിക്കുകയാണ്.
അല്ലാഹു അക്ബർ എന്ന ആ പാട്ട് എല്ലാവരും ചേർന്ന് ഹൈ പിച്ചാണ്, എനിക്കറിയാം. അല്ലാഹു അക്ബർ എന്ന കീർത്തനത്താലാവേശം അലതല്ലി രക്തം ചിന്തിയ ബദരീകളെ. അല്ലാഹു അക്ബർ എന്ന കീർത്തനത്താലാവേശം അലതല്ലി രക്തം ചിന്തിയ ബദരീകളെ. റളിയല്ലാഹു അൻഹു റളിയല്ലാഹു അൻഹു റളിയല്ലാഹു അൻഹു ശുഹദാക്കളെ. റളിയല്ലാഹു അൻഹും റളിയല്ലാഹു അൻഹും റളിയല്ലാഹു അൻഹു ശുഹദാക്കളെ. ബദറിൽ ഷഹീദായ ശുഹദാക്കളെ. ബദറിൽ ഷഹീദായ ശുഹദാക്കളെ. ബദറിൽ ഷഹീദായ ശുഹദാക്കളെ. ബദറിൽ ഷഹീദായ ശുഹദാക്കളെ. അല്ലാഹു അക്ബർ എന്ന കീർത്തനത്താലാവേശം അലതല്ലി രക്തം ചിന്തിയ ബദരീങ്ങളെ. റളിയല്ലാഹു അൻഹു റളിയല്ലാഹു അൻഹു റളിയല്ലാഹു അൻഹു ശുഹദാക്കളെ. റളിയല്ലാഹു അൻഹു റളിയല്ലാഹു അൻഹു റളിയല്ലാഹു അൻഹു ശുഹദാക്കളെ. പള്ളിക്കൽ മൊയ്തീൻ്റെ ഗാനമാണ് അഹദായി റബ്ബും നീയെ എന്ന ഗാനം. ഈ ഗാനം IP സിദ്ദീഖ് ആലപിക്കുന്നു. അഹദായേ റബ്ബും നീയേ അഹദായേ റബ്ബും നീയേ ആരീലും ഹുക്കും നീയേ റഹ്മാനും റഹീമായ രക്ഷകൻ നീയേ. അഹദായേ റബ്ബും നീയേ ആരീലും ഹുക്കും നീയേ റഹ്മാനും റഹീമായ രക്ഷകൻ നീയേ. പീർക്കയുടെ ഒരു ഹിറ്റും കൂടി പാടേണ്ട സമയമുണ്ടായിരുന്നു. ശരിക്കും ഒറിജിനൽ പാടാൻ വിചാരിച്ചാണ്, പക്ഷേ സമയമില്ലാത്തതിന് പേരിൽ അത് രണ്ടുപേരി പാടാൻ വേണ്ടി മമ്മാലിയും തീർത്തിയും ക്ഷണിക്കുന്നു. പടവാള് വഴിയുള്ള അത് പാടാതൊരു ഗാനമേളയിൽ പോകുക വളരെ വിഷമമുള്ള കാര്യമാണ്. ആ പാട്ട് പാടാൻ വേണ്ടി രണ്ടുപേരും ക്ഷണിക്കുന്നു. പടവാട് മിഴിയുള്ളോട് മഞ്ചാര മൊഴിയുള്ളോള് പദവും ചിരിയുള്ള പൂങ്കണിത്തേവേ. പിന്നെ സൈനബാ ബീവി. പടവാട് മിഴിയുള്ളോട് മഞ്ചാര മൊഴിയുള്ളോള് പദവും ചിരിയുള്ള പൂങ്കണിത്തേവേ. പിന്നെ സൈനബാ ബീവി. നീക്കുണ്ട് പയ്യൽ പീരായത്തിൽ ഒത്തോരു മീത്ത് കളിത്തും കൊണ്ട് ഒരുവൻ കുറ്റോരു വാക്ക് ഞാൻ തെറ്റിടാതെ. നീക്കുണ്ട് പയ്യൽ തീരായത്തിൽ ഒത്തോരു മീത്ത് കളിത്തും കൊണ്ട് ഒരുവൻ കുറ്റോരു വാക്ക് ഞാൻ തെറ്റിടാതെ. നീതുണ്ട് അയ്യൻ പീരായത്തിൽ ഒത്തോരു മീത്ത് കളിത്തുകൊണ്ട് ഒരുവൻ ഒറ്റോരു വാഴ എത്തിടാതെ. ആമിനെ കോമന പൊന്മകനായി ആരംഭ പൈതൽ പിറന്നിരുന്നു. ആരംഭ പൈതൽ പിറന്ന നേരം ആനന്ദ പൂത്ത് വിടർന്നിരുന്നു. പാമ്പുമല കണ്ട പൂങ്കാറ്റേ, കാരയ്ക്ക് നീ കൊണ്ട് വന്നാട്ടെ. കാരയ്ക്ക് കായ്ക്കുന്ന നാടിന്റെ മധുവൂറും കിസ്സ പറഞ്ഞാട്ടെ.
സുവർണ പൂവല്ലേ നറുനിലാ പൂവല്ലേ മധുരപ്പാരീനേ ലങ്കി മാറിയുന്നോളെ ലങ്കി മാറിയുന്നോളെ ലങ്കി മാറിയുന്നോളെ ലങ്കി മാറിയുന്നോളെ ലങ്കി മാറിയുന്നോളെ മധുവന പൂവല്ലേ നറുനിലാ പൂവല്ലേ മധുരപാരീനിൽ ലങ്കി മാറിയുന്നോളെ ലങ്കി മാറിയുന്നോളെ ലങ്കി മാറിയുന്നോളെ ലങ്കി മാറിയുന്നോളെ ലങ്കി മാറിയുന്നോളെ പാടി പിരാടുന്ന പൂങ്കുയിലേ നല്ല പാവനതീനിന്റെ നിശരേ കാണിളകും കൂട്ടത്തിലെ പുണ്യകരിമത്തുറപ്പിച്ച പൂരടെ ആയിലാണെന്ന പൂങ്കുയിലെ പണ്ട് പാവനതീനെ ഈശ്വരേ കാണിളകും കൂട്ടത്തിലെ പുണ്യകരിമത്തുറപ്പിച്ച പൂരടെ യാക്കൂബ് നബിക്ക് പ്രിയമുള്ള മകനായി യൂസുഫ് വരവായിരല്ല യൂസുഫ് നബി പൊന്നഴകിന്റെ മഴവിൽ പൊളിയായിലയായി യാക്കൂബ് നബിക്ക് പ്രിയമുള്ള മകനായി യൂസുഫ് വരവായിരല്ല യൂസുഫ് നബി പൊന്നഴകിന്റെ മഴവിൽ പൊളിയായിലയായി അഴകാർ മുഹമ്മദിൻ ചീരവും കോലവും അന്തസ്സും നേരും നെറിയും സകലവും വഴിവോരെ കണ്ട് ഖദീജ വിയാസിച്ചു കൽബിൽ നിറയെ കനത്ത ബോധി വെച്ചു മുഹമ്മദിൻ ചീരവും കോലവും അന്തസ്സും നേരും നെറിയും സകലവും വളമാം ഹൈറാനക്കിനാവ് കണ്ടങ്കുളർന്നാളേ പകലിൽ അബ്ബാസൈ വരുത്തി ചേരി മൊളിന്താളേ തുളർമക്കാനിയേ ഉള്ള തലവർക്ക് പുല്ലിൽ വലിയേ ബലാൽ വരുന്നുണ്ട് ലാശക്ക് ഉളരിടയിളം മുന്നാക്കത്തേറി നടക്കുന്നേ ഉമ്മുൽ കൂറാവി അടയും മൂണ്ട് ദിനം മുന്നേ ഉളരിടയിളം മുന്നാക്കത്തേറി നടക്കുന്നേ ഉമ്മുൽ കൂറാവി അടയും മൂണ്ട് ദിനം മുന്നേ വെളിവറിന വീക്കമ്മത്തായെ ആത്തിക ഉമ്മതാൻ പേരി തൂയിൽ തന്നിൽ കണ്ടാൽ ഏകമനാമതാൻ എടീറാക്കമ്മ പല്ലാക്കിനെളിപ്പ് മുന്നഞ്ചി കുലഞ്ഞുതടി കണ്ണാടി മൂക്കുത്തി മാണിക്ക ചെവപ്പ് പച്ചാന ഇഴുക്കുതടി എടീറാക്കമ്മ പല്ലാക്കിനെളിപ്പ് ചെന്നഞ്ചി കുലുക്കുതടി കണ്ണാടി മൂക്കുത്തി മാണിക്ക ചെവപ്പ് പച്ചാന ഇഴുക്കുതടി കിന്നാലേ വാരേ നീ മുന്നാലെ പോന നാ പിന്നാലെ വാരേ നീ മുന്നാലെ പോന നാ പിന്നാലെ വാരേ നീ മുന്നാലെ പോന നാ പിന്നാലെ വാരേ കണ്ട പുള്ള കുട്ട പുള്ള കരക മണി പോട്ട പുള്ള നാക്ക് സെവന്ത പുള്ള കണ്ണമ്മ കണ്ട പുള്ള കുട്ട പുള്ള കരക മണി പോട്ട പുള്ള നാക്ക് സെവന്ത പുള്ള കണ്ണമ്മ ഇനി நான் தானே ஓ குரு
போனா நான் பின்னாலே வாரு, நீ முன்னாலே போனா நான் பின்னாலே வாரு. கண்ணங்கருத்த கிளி கட்டழகன் தொட்ட கிளி அண்ணன் நடை போட்டானடி, என் செல்லம்மா சொன்ன மொழி கேட்டானடி. கண்ணங்கருத்த கிளி கட்டழகன் தொட்ட கிளி அண்ணன் நடை போட்டானடி, என் செல்லம்மா சொன்ன மொழி கேட்டானடி. தயரதையா 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 தன்னானே தன்னானே தயரதையா தன்னானே. தயரதையா 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 தன்னானே தன்னானே தயரதையா தன்னானே. അരികലക്കി ചുട്ടപ്പം അതിൽ വരും നെയ്യപ്പം, അരികലക്കി ചുട്ടപ്പം അതിൽ വരും നെയ്യപ്പം, മധുരമുള്ള കലത്തപ്പം മനക വരും ഇടിയപ്പം, മധുരമുള്ള കലത്തപ്പം മനക വരും ഇടിയപ്പം, ഒരുങ്ങി ചെറു നെയ്യലുവ മണിയറയിൽ കൊട്ടുവെച്ച്, ഒരിയും പിച്ചറ് നെയ്യലുവ മണിയറയിൽ കൊണ്ടുവച്ച്. നീന്നും പറഞ്ഞുകൊണ്ട് മരുമോനെ തീറ്റുന്ന പൊന്നമ്മായി, നല്ല ലിവറമ്മായി, നല്ല കരളമ്മായി, നല്ല മുത്തമ്മായി, നമ്മുടെ പൊന്നാരമായി, വണ്ടൂരിലെ പൊന്നാരമായി. അമ്മാരളം പാടും ചട്ടമ്മായി, മരുമോനെ വീട്ടിൽ വിളിച്ചമ്മായി. അപ്പാടി അപ്പങ്ങൾ ഓരോ തരം അറിയിൽ ചുമന്ന് നടന്നമ്മായി. മകളാണേ ഹുസ്നുൽ ജമാൽ, പുന്നാര താളം മികന്ന ബിരി, ദേവകൾ മെത്തെ മണി ചിത്തിരം, ആഭരണ കോവ അണിந்த ബിരി. മകളാണേ ഹുസ്നുൽ ജമാൽ, പുന്നാര താളം മികന്ന ബിരി, ദേവകൾ മെത്തെ മണി ചിത്തിരം, ആഭരണ കോവ അണിந்த ബിരി. അടുത്ത് ജനഗണമനയാണ്. ഇനി അനുവദിക്കണം, ഞാൻ അതിക്രമിച്ച് 12 മണി കഴിഞ്ഞ് 20 മിനിറ്റ് കൂടുതലെടുത്തതിൽ ക്ഷമിക്കണം. അപ്പോൾ അതുകൊണ്ട് ഇൻഷാ അല്ലാ അടുത്ത വർഷം സാന്ദ്ര സംഗീതത്തിന്റെ സമ്മോഹന സായുജ്യം സമ്മാനിച്ച ഒരു സായാഹ്നം ഇങ്ങ് രാവ് പിന്നിട്ട് പാതിരിയിലെത്തി നിൽക്കുകയാണ്. പാട്ടിന്റെ ഒരു വലിയ കെട്ട് തന്നെയാണ് ഇവിടെ പൊട്ടിച്ചിതറിയത്. തീർച്ചയായിട്ടും ഇത് സാധ്യമാക്കിയത് ഈസക്ക എന്ന ഈ വ്യക്തിയുടെ നിരന്തരമായ പരിശ്രമമാണ് എന്ന് വണ്ടൂർക്കാർ തിരിച്ചറിഞ്ഞു. ഞാനല്ല പറയുന്നത്, വണ്ടൂർക്കാർ, ഈ നാട്ടുകാരിതാ കുറച്ചു നേരം ഇവിടെ വെയിറ്റ് ചെയ്യുന്നു. ഈസക്കയെ ഈ നാട് ആദരിക്കുകയാണ്. ഈ സന്ദർഭത്തിന്റെ ചൈതന്യം അത് തന്നെയാണ്. നാട്ടിന്റെ പ്രതിനിധികൾ ഈസക്കയെ പൊതിയുകയാണ്. തീർച്ചയായിട്ടും സ്നേഹം കൊണ്ടാണ് പൊതിയുന്നത്. ഈ ആദരവിന്റെ പൊന്നാട് കൊണ്ടുകൂടിയാണ് പൊതിയുന്നത്. ഒരിക്കലും മറക്കാത്ത സംഗീതത്തിന്റെ ഒരു രാവ് വണ്ടൂരിന് സമ്മാനിച്ച പ്രിയങ്കരനായ ഈസക്ക. പുലിക്കോട്ടിൽ ഹൈദർ സ്മാരക കലാപഠന കേന്ദ്രത്തിന്റെ ഉദ്ഘാടന വേളയിൽ തീർച്ചയായിട്ടും കാലം മറക്കാത്ത സംഗീതം പകർന്നു. ഓൾ ദ ബെസ്റ്റ്. എല്ലാവർക്കും ശുഭരാത്രി. ദ്രാവിഡ ഉത്കല ഭംഗ, വിംഗ ഹിമാചല യമുനാ ഗംഗ, ഉജ്ജല ജഗതി തരംഗ. തവ ശുഭ നാമേ ജാഗേ, തവ ശുഭ ആശിഷ മാഗേ, गाहे तव जय गाथा. जनगण मंगलदायक जय हे भारत भाग्य विधाता. जय हे जय हे जय हे जय 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 जय. ഒരിക്കൽ കൂടി 1000 നന്ദികൾ ഞങ്ങൾ ഈ കലാകാരന്മാർ ഞങ്ങളെല്ലാം ഒരുമിച്ച് നിങ്ങളോട് പറയുന്നു. ഇതുപോലെ സാധനങ്ങൾ ഇനിയും നമുക്ക് വരും കാലങ്ങളിൽ നമുക്ക് നിൽക്കാം. ഒരു കോഴിക്കോട്ടിൽ ഹൈദറിൻ്റെ ഈ പറഞ്ഞ സ്മാരകത്തിൽ ഒരുപാട് കാര്യങ്ങൾ എന്താ പറയുക പരിപാടികൾ വരാൻ നിൽക്കുന്നുണ്ട്. നിങ്ങളുടെ നാട്ടിൽ കിട്ടിയ ഒരു പൊക്കിഷമാണ്, നിങ്ങളുടെ നാട്ടിൽ കിട്ടിയ വലിയൊരു സംരംഭമാണ്. നിങ്ങളെല്ലാവരും നെഞ്ചിൽ വെച്ചുകൊണ്ട് അതിനെ വലിയൊരു വിജയമാക്കി തരണം. ആ ഒരു മന്ദിരത്തിൽ നടക്കുന്ന
ആ ഒരു കലാപ്രകടന കേന്ദ്രത്തെ എല്ലാവരും അകമഴിഞ്ഞ് സഹായിക്കണം എന്ന് ഞങ്ങൾ ഓർക്കുകയാണ്. കൊളത്തൂർ മൗലവി അവர்களுം ഇത് സാക്ഷാത്കരിക്കപ്പെടാൻ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ഈ നാട്ടുകാരടക്കം സഹായിച്ചിട്ടുണ്ട്. ഇന്ന് ജാതിപത ഭേദമന്യേ വിഭാഗീയതയില്ലാതെ കക്ഷി രാഷ്ട്രീയമില്ലാതെ ഒരുമിച്ച് നിന്നുകൊണ്ട് ഇത്രയും വലിയ സംരംഭത്തിനെ നമുക്ക് സാധിച്ചെടുക്കാൻ സാധിച്ചതിലുള്ള കൃതജ്ഞത, നന്ദി. ഞങ്ങൾ ഈ എളിയവൻ, ഞങ്ങൾ എല്ലാവരും പ്രവാസികളും നിങ്ങൾക്ക് ആകെ പ്രാർത്ഥിക്കാനുള്ളത് ഞങ്ങൾ പ്രവാസികൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. ഇത്രയും സംരംഭങ്ങളൊക്കെ അവിടെ ചെയ്യാൻ സാധിക്കുമെങ്കിൽ പ്രവാസികളുടെ നല്ല മനസ്സുകൊണ്ടും അവരുടെ കഴിവുകൊണ്ടും അവർ നിങ്ങളോട് ഈ മണ്ണിനോട് കാണിക്കുന്ന സ്നേഹം കൊണ്ടാണ്. അവർക്ക് വേണ്ടി ഒരുപാട് പ്രതിസന്ധികൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി വണ്ടൂർ മണ്ണിനെ കലയും കായികത്തെയും സ്നേഹത്തെയും ജീവകാരണത്തെയും നെഞ്ചിലേറ്റിയ ഈ മണ്ണിനെ ഒരിക്കൽ കൂടി ഞങ്ങൾ എല്ലാവരും നന്ദി പറയുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജയ് ഹിന്ദ്.